അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മെയ് 11, 2017 വ്യാഴാഴ്ച കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് കേശങ്ങൾ കൈമാറിയ ഇഖ്ബാൽ മുഹമ്മദ് ജാലിയവാല മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇനി അല്പം ചില കാര്യങ്ങൾ മാത്രം മാന്യ സുഹൃത്തുക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. ഈ ദിവസം, അതായത് വ്യാഴാഴ്ച, ബറാത്ത് രാവ് ആയി നമുക്ക് വന്ന വ്യാഴാഴ്ച ദിവസം സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ബോംബെയിൽ അന്ന് അദ്ദേഹത്തിൻ്റെ പരിപാടി ഉള്ള വിവരം സിറാജ് പത്രത്തിലടക്കം വന്നതാണ്. അതായത് ജാലിയവാല മരണപ്പെടുന്ന സമയത്ത് കാന്തപുരം ബോംബെ എന്ന നഗരത്തിൽ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ സമയമായിട്ടും കാന്തപുരത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ അണികൾ, മറ്റു നേതാക്കന്മാർ വിശേഷിപ്പിച്ചതുപോലെ കാന്തപുരത്തിൻ്റെ ഷെയ്ഖായ ജാലിയവാല അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥന, അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം എന്നറിയിക്കുന്ന ഒരു വാചകം പോലും സാക്ഷാൽ കാന്തപുരത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ സമയം വരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ സംഘടനാ നേതാക്കന്മാരായ ആകാശത്തിനും ഭൂമിക്കുമിടയിലുള്ള ഏത് വിഷയങ്ങളിലും എന്നോണം ഫേസ്ബുക്ക് പോസ്റ്റുകൾ കൊണ്ട് നിറക്കുന്ന വടശ്ശേരി ഹസൻ മുസ്ലിയാർ അടക്കമുള്ള ആളുകളുടെയൊന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ജാലിയവാലയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന കാണുന്നില്ല. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. കാരണം 2005, 2006 കാലഘട്ടത്തിൽ മർക്കസിൽ മുടി എത്തിയത് മുതൽക്ക് ഈ സാക്ഷാൽ ജാലിയവാലയെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് 6 വർഷങ്ങൾക്ക് ശേഷം 2011 അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും SKSSF-ഉമായി ബന്ധപ്പെട്ട വിവാദം കൊടുമ്പിരി കൊള്ളുന്ന ആ സമയത്ത് പ്രത്യേക സാഹചര്യത്തിൽ ജാലിയവാലയെ ബോംബെയിൽ പോയി കാന്തപുരം അന്നൊരിക്കൽ കണ്ടു എന്നതിൽ കവിഞ്ഞ് കേവലം ഏതെങ്കിലും ഭൗതികമായി ഒരു സഹായം ചെയ്യുന്ന അറബികളെ സമ്മേളനങ്ങളിൽ ആനയിച്ചുകൊണ്ട് എഴുന്നള്ളിക്കുന്ന ഈ കാന്തപുരം വിഭാഗം ഇന്നേ വരെ ഇവരുടെ ഏതെങ്കിലും ഒരു സമ്മേളനം 2006 മുതൽ 2017 11 വർഷത്തിന് ഇടയിൽ ഏതെങ്കിലും ഒരു സിൽവർ ജൂബിലിക്കോ അല്ലെങ്കിൽ ഗോൾഡൻ ജൂബിലിക്കോ ഏതെങ്കിലും ഒരു സമ്മേളനത്തിലോ സ്ഥാപനത്തിന്റെ പരിപാടിക്കോ ഒന്നിനും തന്നെ ജാലിയവാലയെ കൊണ്ടുവരികയോ അദ്ദേഹത്തെ ഒന്ന് ഇരുത്തി ഒന്നായിട്ടൊരു ഫോട്ടോ എടുക്കുകയോ അദ്ദേഹത്തെ ഒന്ന് പൊതുസമൂഹത്തിൽ പരിചയപ്പെടുത്താനോ ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെ അദ്ദേഹം കൊടുത്ത മുടിയിൽ ഇവർക്ക് അടക്കം വിശ്വാസമില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ഇത് വെറുതെ പറഞ്ഞതല്ല. അദ്ദേഹം മരണപ്പെട്ട 2017 മെയ് 11 വ്യാഴാഴ്ച രാത്രി ഇന്ത്യൻ സമയം 8 മണിക്ക് ശേഷമാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിറ്റേ ദിവസം സിറാജ് പത്രം നോക്കിയപ്പോൾ, കാരണം ഇത് പഴയ കാലമല്ല, അപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഈ മരണ വാർത്ത അത് പിന്നെ ഷെയർ ചെയ്യപ്പെടുകയും ആളുകളൊക്കെ അറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസത്തെ വെള്ളിയാഴ്ചത്തെ സിറാജ് പത്രം നോക്കുമ്പോൾ അതിന്റെ ചരമ പേജിൽ പോലും ഒരു പെട്ടിക്കോളം ന്യൂസ് പോയിട്ട് ഒരു വരി ന്യൂസ് പോലും ജാലിയവാലയുമായി ബന്ധപ്പെട്ട മരണവാർത്തയോ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിച്ചിട്ടുള്ള ഒരു കുറിപ്പോ കാന്തപുരം വിഭാഗം നടത്തിയില്ല എന്നുള്ളത് ഈ ജാലിയവാലയും AP വിഭാഗവും തമ്മിലുള്ള ബന്ധം ഒന്ന് അളക്കാൻ ബുദ്ധിയുള്ള സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. അതേസമയത്ത് ഇതേ വെള്ളിയാഴ്ചത്തെ പത്രത്തിൽ, സിറാജ് പത്രത്തിൽ, ഖലീൽ ബുഖാരി തങ്ങൾ അദ്ദേഹം അവരുടെ സംഘടനാ പ്രവർത്തകനായ ഒരാളുടെ പിതാവ് മരണപ്പെട്ടപ്പോൾ ആ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു അഭ്യർത്ഥന ഒരു പെട്ടിക്കോള ന്യൂസായി സിറാജിൽ ഇന്ന് ചരമ പേജിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോ സിറാജ് പത്രത്തിലോ ഇവരുടെ സംഘടനാ നേതാക്കന്മാരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലോ പോലും ജാലിയവാലയെ തീർത്തും വിസ്മരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കൊണ്ട് തന്നെയാണല്ലോ പണ്ട് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ കൊണ്ടുവന്ന മുടി തന്നെ തീരുമാനമായിട്ടില്ല, എന്തോ ഒരു കഷ്ടം എന്ന് വളരെ വ്യക്തമായി പറഞ്ഞത് ഭൂമി ലോകത്തുള്ള മാലോകരെ മുഴുവൻ കേട്ടുകഴിഞ്ഞ ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞതുപോലെ AP വിഭാഗം ഇവർക്ക് ജാലിയവാല ഇവിടെ കേരളത്തിൽ കുരുവട്ടൂരിൽ അദ്ദേഹം കഴിഞ്ഞ 2016
ജനുവരിയിൽ കുരുവട്ടൂർ, കോഴിക്കോട് നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രം ദൂരമുള്ള കുരുവട്ടൂരിൽ 7 ദിവസത്തോളം അദ്ദേഹം കേരളത്തിൽ താമസിച്ചിട്ടും ഇവരുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകാനോ ഏതെങ്കിലും സ്ഥാപനത്തിലേക്ക് അതിഥിയായി കൊണ്ടുപോകാനോ ഇവരുടെ നേതാക്കന്മാരാരെങ്കിലും അദ്ദേഹത്തെ അങ്ങോട്ട് പോയി കാണാനോ തയ്യാറായില്ല എന്നുള്ളതും അദ്ദേഹത്തെ ഇവർ പോലും അംഗീകരിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇതൊക്കെയായ സ്ഥിതിക്ക് ഇനിയും നിങ്ങളോട് ചോദിക്കാനുള്ളത്, അദ്ദേഹത്തെ നിങ്ങൾ കാണുകയോ നിങ്ങളെ ബഹുമാനിക്കുകയോ അദ്ദേഹത്തെ ആദരിക്കുകയോ അദ്ദേഹത്തോട് ഒരു സ്നേഹവും നിങ്ങൾക്കില്ല എന്ന് വളരെ വ്യക്തമാണ്. ആയ നിലക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇനിയും ഈ ഭൂമി ലോകത്തുള്ള മനുഷ്യരെ കബളിപ്പിച്ചുകൊണ്ട് ആ വ്യാജമുടികൾ അത് നിങ്ങൾ പൊതുസമൂഹത്തിൽ പ്രദർശിപ്പിച്ച് എന്തിന് സ്വയം എളിഭ്യനാകണം എന്ന് മാത്രം നിങ്ങളോട് ചോദിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ.